എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ മുരിങ്ങൂര് ഇതുണ്ട സജിയേട്ടൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ഈ തൊട്ടടുത്തെന്ന് പറയുന്നത് എന്തോ വലിയ മഹാഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ഈ സജിയേട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. സജിയേട്ടനെ മുരിങ്ങൂക്കാർക്കും മേലൂക്കാർക്കും ഒക്കെ ചാലക്കുടികളോ ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. നല്ലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. AD സജി എന്നാണ്. മുൻ മേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷത്തിലായിരുന്നു സജിയേട്ടൻ. കാരണം ഭാര്യ പ്രസവിച്ചു, ഇരട്ട കുട്ടികൾ. വളരെയധികം സന്തോഷത്തിൽ സരോജ ഹോസ്പിറ്റൽ തൃശ്ശൂർ. അങ്ങനെ പ്രസവം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കാറിൽ പോരായിരുന്നു. മേലൂർ സ്വദേശിയായിട്ടുള്ള സുഹൃത്ത് സജിമോൻ എന്ന് പറഞ്ഞ ചേട്ടൻ, ആൾ നമ്മുടെ തങ്കച്ചൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വണ്ടി എടുത്ത് ആ വണ്ടിയിലായിരുന്നു പോകുന്നുകൊണ്ടിരുന്നത്. ആ യാത്ര നമ്മൾ ഈ സിനിമയിലൊക്കെ നമുക്ക് റിവൈൻഡ് ചെയ്ത് കാണിക്കാൻ പറ്റും. ആ യാത്രയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജിയേട്ടനെ ഇന്നിപ്പോൾ ഫോണാൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാം. അത്രയേറെ ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ തീ ഇങ്ങനെ ആളി കത്താണ്. ഈ കാറ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറിന് തീ പിടിക്കുകയാണ്. ഈ തീ പിടിക്കുന്നു പറയുമ്പോൾ നമ്മൾ മുതിർന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഈ ഇരട്ടക്കുട്ടികളെ കൈക്കുഞ്ഞുങ്ങൾ 8 ദിവസം പ്രായമുള്ള ഈ കുഞ്ഞുങ്ങൾ പിറകിൽ ആളുടെ വൈഫിൻ്റെ അമ്മ, തൊട്ടടുത്ത വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി, 3 പേരാണ് കാറിൻ്റെ പിറകിലിരിക്കുന്നത്. ഫ്രണ്ടിലിരിക്കുന്നത് നമ്മുടെ സജിയേട്ടൻ, തൊട്ടടുത്ത ഡ്രൈവർ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 8 ദിവസം പ്രായമുള്ള 2 കൈക്കുഞ്ഞുങ്ങൾ പുതുക്കാട് കഴിഞ്ഞപ്പോൾ തീ പിടിക്കുകയാണ്. ജസ്റ്റ് ഒരു ഹോളികോട് ഒരു പുക അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി. അതിനിടയിൽ ഈ കാറിൻ്റെ ഡോറ് ലോക്കായി. അതങ്ങനെയാണ്, കാർ ഓടിക്കുന്നവർക്ക് അറിയാം. ഈ ബാറ്ററിയായിട്ടുള്ള ബന്ധം വിട്ട് കഴിഞ്ഞാൽ കാറ് ലോക്കാവും. പിന്നെ എന്ത് ചെയ്തു? സജിയേട്ടൻ ഇപ്പോഴും കസേരമേ ഇരിക്കണത് എങ്ങനെയാണോ സജിയേട്ടൻ എപ്പോഴും അറിയില്ല. ഇപ്പോഴും ആൾക്ക് ആ ഒരു ഇതാണ്, ഒരു എന്താ പറയുക, നമ്മളെ ഒരു ആന്തൽ എന്നൊക്കെ പറയില്ല. ഇപ്പോഴും ആന്തലിലാണ് ആൾ. ബാക്കി എന്തുണ്ടായെന്നുള്ളത് നമുക്ക് സജിയേട്ടനോട് ചോദിച്ചറിയാം. ഇതൊരു പുനർജന്മം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 18 വർഷത്തിന് ശേഷം ഒരു കുട്ടിയും ഒരു ഇരട്ട കുട്ടികൾ കിട്ടി. ആ സന്തോഷത്തിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിട്ട് സരോജ ഹോസ്പിറ്റൽ, തൃശ്ശൂർ സരോജ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിട്ട് 7 മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാണ്. അപ്പോൾ പാലിയേക്കര ടോൾ കഴിഞ്ഞപ്പോൾ തൊട്ടേ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. നമ്മുടെ റോഡിൻ്റെ ഒരു ശാപം, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ഇങ്ങനെ പതുക്കെ നീങ്ങി പോരുമ്പോൾ ആമ്പല്ലൂർ ബാറിനടുത്ത് വെച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് ചെറിയൊരു പുക കണ്ടപ്പോൾ തൊട്ടകലത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയാണ് വിളിച്ചു പറയണ വണ്ടി തീ കയറുന്നുണ്ടെന്നുള്ളത്. ഫ്രണ്ടിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴേക്കും വണ്ടി തീയായി. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഡോറ് ലോക്കായി. ഡോറ് തുറക്കാൻ പറ്റണില്ല. അങ്ങനെ ആകെ ഇതിലേക്ക് നിൽക്കുന്ന സമയത്ത് എങ്ങനെയോ ഒരു അറ്റംപ്റ്റോട് കൂടി ചേട്ടൻ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ടും ഈ തീ കണ്ടില്ല. അതിനുള്ള തീ പിറകില് വൈഫ് ഉണ്ടായിരുന്നു, വൈഫിന്റെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ മടിയിലിരിക്കുകയായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് 8 ദിവസം. ശരി. അപ്പോൾ ഡ്രൈവറും ഞാനും ചേട്ടനും അങ്ങനെ തീ കണ്ട് ഞങ്ങൾ ഡോറ് തുറക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഒന്ന് ബാക്കിലേക്ക് കുട്ടികളെ നോക്കി. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം പിന്നെ നമ്മൾ പോയി എന്നുള്ളൊരു ഇതിലായി. പക്ഷെ പെട്ടെന്നൊരു എങ്ങനെയോ ഒരു ഡോർ തുറന്നു, ഡ്രൈവറുടെ ഭാഗം തുറന്നു കിട്ടി. ആ നിമിഷ നേരം കൊണ്ട് എന്നോട് തുറക്കാൻ ഞങ്ങൾ തുറന്ന് ഞാനൊരു കണക്കിന് ബാക്കിൽ നിന്ന് ഞാൻ ഇറങ്ങി കുട്ടികളെ എടുത്ത് അപ്പോഴേക്കും അവരും കൂടെ വന്ന് കുട്ടികളെ മാറ്റി. അപ്പോഴേക്കും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രിൻസേട്ടൻ ഓടി വന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഓടി കയറി വന്നു. വണ്ടിയുടെ ബാക്ക് ചില്ല് തകർത്ത് മറ്റ് സാധനങ്ങൾ മാറ്റി കഴിഞ്ഞപ്പോഴും കാർ ഏതാണ്ട് പൂർണ്ണമായിട്ടും കത്തി. നിങ്ങളാ ഇറങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം തീർന്നു. ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം തീർന്നു. അപ്പൊ ഇതൊരു എന്താ പറയാ, അതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. തീ എങ്ങനെ കയറിയെന്ന് നമുക്ക് ഒരു ഇതില്ല. അപ്പോ എന്താ പറയാ, ഒരു ഫ്രണ്ടിൽ ചേട്ടൻ ഈ തീ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത്, ഈ ലോക്കായി എന്ന് പറയുന്ന സമയത്ത് പുക ഉള്ളിലേക്ക് കയറിണ്ടായിരുന്നില്ല. ഞാൻ ഡോർ ഇറങ്ങി ഞങ്ങൾ കുട്ടികളെ ഇറക്കിയതിന് ശേഷം പുക ഉള്ളിലേക്ക് കയറി തുടങ്ങിയത്. അതാണ് നമ്മൾ രക്ഷിച്ചത്. ആ പുക കൂടി കയറിയിരുന്നെങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യം എല്ലാം ഒരു ഇതിലേക്ക് പോകുമായിരുന്നു. ഒരു നിമിഷം, അത് 10 മിനിറ്റ് വന്ന് അവരെ ഇടിച്ച് തകർത്ത് ആ സാധനം എടുക്കുന്ന നേരം കൊണ്ട് തന്നെ കാറ് പൂർണ്ണമായിട്ടും കത്തി എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതൊരു മൊത്തത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഒന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. രക്ഷപ്പെട്ടെന്നുള്ളത് നമ്മുടെ എന്താ പറയാ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ നേരത്തെ ആ ഒരു ഡോറ് സാധാരണ അവർ മറ്റേ എക്സ്പെർട്ട് ഡ്രൈവർമാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സെൻട്രൽ ലോക്ക് സിസ്റ്റം നമുക്ക് തുറക്കില്ല എന്നാണ് പറയുന്നത്. തുറക്കാൻ പറ്റാത്തത്. അത് അതിൻ്റെ കണക്ഷൻ വിട്ടുപോകുന്നതാണ് അവർ പറയുന്നത്. അപ്പം എന്തോ നമ്മുടെ ഒരു എന്താ പറയുക ദൈവാനുഗ്രഹം തന്നെ നമുക്ക് പറയാം. ഒരു 2ാം ജന്മം തന്നെ പറയാം, പുതുജന്മം തന്നെ പറയാം. പിന്നെ കുട്ടികളുടെ ഒരു ഭാഗ്യം എന്താ പറയുക, അവരാദ്യമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ വന്ന
അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇത് വലുതായി വരുമ്പോ നിങ്ങൾ ഈ അഗ്നിനാളങ്ങൾ അതിജീവിച്ച ആളുകളാണ്. അതെ 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 അതെ. നിസ്സാരക്കാരായിരിക്കില്ല. അതാണ് ഇപ്പോൾ പിന്നെ പോലീസിന്റെ സഹായം. പക്ഷെ നമുക്ക് എന്താ പറയാ, ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഈ ഫയർ സ്റ്റേഷനും ഈ സംഭവം തമ്മിൽ. പക്ഷെ നമ്മുടെ ഈ റോഡിന്റെ ദുരവസ്ഥ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വണ്ടി കടന്നു പോരാനുള്ള ഒരു അവസരം പോലും ഇങ്ങനെ ഒരു അവിടെ ചെന്നൊരു അപകടം സംഭവിച്ചാൽ തന്നെ ആംബുലൻസിന് ഇതിനൊക്കെ പോകണമെങ്കിൽ ഈ ബ്ലോക്ക് ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് അറിയിച്ച സമയത്ത് തന്നെ ഫയർ വണ്ടി വന്ന് രക്ഷിക്കാവുന്ന സമയം ഉണ്ടായുള്ളൂ. പക്ഷെ അവിടെ നിന്ന് വണ്ടി കടന്നു പോരാനായിട്ട് ഒരു ബ്ലോക്കിന്റെ അത്രയും അധികമായിരുന്നു ബ്ലോക്ക്. ഇത് ഏകദേശം സമയം ഏകദേശം എത്രയുണ്ട്? ഒരു 8 മണിയായിട്ടുണ്ടാവും കണക്ക് ഏകദേശം. അപ്പൊ സത്യത്തിൽ ആ ഫ്രണ്ടിലുണ്ടായിരുന്ന ഫാമിലിയാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പൊ നമ്മളെ അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ദൈവത്തിന്റെ പോലെ ഓരോ ഇതുകളോട് കൂടി കയറി വന്നു എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇന്നത്തെ ഒരു ദിനം ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. അത്രയും ഒരു വൻ ദുരന്തത്തെ ഫേസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. 2025 വലിയൊരു ദുരന്തത്തെ മറികടന്നു. അതെ അതെ അതെ. അത്രയും വലിയൊരു സംഭവം തന്നെയായിട്ട് നമുക്കത് ഓർമ്മയല്ല, ആലോചിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അത്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു നോക്കാനും പറ്റുന്നില്ല. പിന്നെ ആ മനക്കരുത്തുകൊണ്ട് നമ്മൾ പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം. ആ ഒരു സമയത്ത് ശരിക്കും ചേട്ടൻ്റെ ഒരു ആന്തല് ശരിക്കും പറഞ്ഞാൽ ആ കാറിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ പുക കയറിയാൽ മതി കഴിഞ്ഞു അതന്നെ. അപ്പം അത് വലിയൊരു സംഭവമായിട്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഒന്നും പറയാനില്ല, അതിനെക്കുറിച്ച് വിവരിക്കാനില്ല. എന്തായിരുന്നാലും ഒരു 2ാം ജന്മം 2025 AD സജിയേട്ടനും കുടുംബത്തിനും നൽകിയേക്കുന്നത് 2ാം ജന്മമാണ്. ആ കൈക്കുഞ്ഞുങ്ങൾ ഇനി വളർന്നു വലുതായി വരുമ്പോൾ അവരെന്തായിരുന്നാലും അവർക്ക് തീരെ പേടി ഉണ്ടാവില്ല. അഗ്നിനാളങ്ങളെയും ഇതിനൊന്നും പേടി. അവർ വളരെ ധീരന്മാരും ഒക്കെ ആയിരിക്കും അവർ. കാരണം ഇത്രയും വലിയൊരു സംഗതിയാണ് അവർ ഇത്രയും അവരുടെ ജീവിതത്തിൽ മറികടന്നിരിക്കുന്നത്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ വിധം ജസ്റ്റ് 10 മിനിറ്റിന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാറ് മുഴുവനായിട്ട് കത്തിപ്പോയി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് മാഷ വന്ന് ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊട്ടിച്ചാണ് ഈ സംഗതി പുറത്തിറക്കുന്നത്. ചാനലുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ ചാനലുകളിൽ പറയുന്ന ആള്, മുരിങ്ങൂർ സ്വദേശി സജി എന്ന് പറയുന്ന ആള് ഇതാണെന്നുള്ളത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. നന്ദി, നമസ്കാരം.